വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അവിടെ വീഡിയോ എന്താ വെച്ചാൽ നമുക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ ഇക്കാടെ ഫാമിലിയിലാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയതാ റെഡി ആയി നിൽക്കുകയാണ്. അപ്പം മിഥിലാജും മിക്കൊക്കെ അവിടെ റെഡി ആവണ തിരക്കാണ്. അപ്പോൾ നമുക്ക് കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് വീഡിയോ എടുക്കണില്ലാന്ന്. അപ്പോൾ ഇനി നമ്മളെന്തായാലും പുത്തനൊക്കെ ഇട്ടിട്ട് പോവല്ലേ, അപ്പോൾ വിചാരിച്ച എന്നാൽ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഗൈസ് നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, ടൗണിലാണ് കേട്ടോ, അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീട്ടിൽ കയറില്ല, ജസ്റ്റ് വീട്ടിലൊന്ന് കയറി അവരെ ഇറങ്ങി നോക്കിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ മിഥിലാജേ? മിഥിലാജ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ കയറാൻ വേണ്ടി പോയപ്പോൾ അവർക്ക് ഇതാ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരുടെ പിന്നാലെ പോകാനുണ്ടോ. നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ നമ്മളിതാ ഓഡിറ്റോറിയം എത്താറായിരിക്കും ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഇവിടെ അടുത്താണ്, കുറച്ച് ദൂരമുള്ളതെന്ന്. ഇതൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു. മിഥിലാജേ മിഥിലാജിനെ കാണാനില്ല, ഞാൻ ഇവിടെ പോയി വിചാരിച്ചു. എത്താറായിട്ടുണ്ട്. ഇറങ്ങി പോണ്ടേ? എന്താ ചൂടായതാ നോക്കണ്. ഓ മിഥിലാജ് സ്റ്റൈലിൽ നിൽക്കുന്നു ഗൈസ്. മതി മതി മതി. ഇറങ്ങി ഇറങ്ങുമോനെ, പോവാ അങ്ങോട്ട്. ദാ ഈ കട കോസ്റ്റ്യൂം കണ്ട ഗൈസ്. അമ്പോ എങ്ങനെയുണ്ട്? മതി ലോക്ക് ചെയ്ത് വാ പോ. അങ്ങനെ നമ്മൾ ആ ഓഡിറ്റോറിയത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാ വെൽക്കം ഡ്രിങ്ക് കുടിക്കുകയാണ്. മാംഗോയും ലൈമും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇതാ മാംഗോ ആണ് കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ മുകളിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെറുതായി പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരും നമ്മുടെ കസിൻസും എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ആ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സ്റ്റേജിലൊക്കെ കയറി നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ്. അങ്ങനെ നമ്മുടെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഫുഡ് അടിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. കഴിക്കൂത്തേ? അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ മുകളിലേക്ക് തന്നെ എത്തിയിട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഫോട്ടോ സെഷൻ്റെ ഇവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇതാ പിള്ളേരെല്ലാവരും കൂടിയിട്ട് സ്റ്റേജിലേക്ക് കയറി കേട്ടോ. ചെക്കനും പെണ്ണിനും പോകാനുള്ള വണ്ടി ഇതവിടെ റെഡി ആയിരിക്കണം ഗൈസ്. പെണ്ണ് ചെക്കന് ഇറങ്ങാൻ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെക്കനും പെണ്ണും അവരുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകാൻ നേരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് റിസപ്ഷൻ.
അങ്ങനെ പെണ്ണും ചെക്കനൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഒരാകെ കരഞ്ഞു മെഴുകി ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോകും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത നമുക്ക് റിസപ്ഷനിൽ പോയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇനി വൈകിട്ടാണ് കേട്ടോ റിസപ്ഷൻ. അപ്പോൾ വീട്ടിലെത്തി നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നീട് ആ റിസപ്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് പോണത്. അപ്പോൾ എല്ലാവരും ഇതാ വണ്ടിയിൽ റെഡി ചെയ്താ എല്ലാം സെറ്റായിട്ട് വരണം. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബക്കാരും പിന്നെ നാട്ടുകാരും അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും സംസാരിച്ച് ഇങ്ങനെ ഉമ്മയും വാപ്പയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ ഉള്ളിലേക്ക് നേരെ കയറാം കേട്ടോ. കളയാതെ കുടിക്കേ. ആ കുടിച്ചോ. അങ്ങനെ നമ്മളിതാ ഉള്ളിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ അവിടെ സൂഫി ഡാൻസും അങ്ങനത്തെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ ഒതുങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ആ സ്റ്റേജിൽ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ടാവും. അപ്പോൾ എമിയും മിഥിലാജാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പോണത്. രണ്ടാളും കൂടി കൈയൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇതാ കയറി പോവാണ്. അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിത് അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് വേറെ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഫോട്ടോ